കർത്താവിൽ വാത്സല്യമുള്ളവരെ, പരിശുദ്ധ ഔഗേൻ ബാവ തിരുമേനിയെ നാം ഇന്ന് അനുസ്മരിക്കുകയാണ്. 1964 മുതൽ 1975 വരെ 11 വർഷക്കാലം മലങ്കര സഭയുടെ കാതോലിക്കയായിരുന്ന് മലങ്കര സഭയെ ഭാഗ്യമോടെ നയിച്ച ആ പുണ്യപിതാവിൻ്റെ സ്മരണയാണ് ഇന്ന് നാം ആചരിക്കുന്നത്. അദ്ദേഹം ബലഹീനനായിരുന്നു, അദ്ദേഹം പണ്ഡിതനായിരുന്നു, അദ്ദേഹം ശ്രേഷ്ഠനായിരുന്നു, അദ്ദേഹം പരിശുദ്ധനായിരുന്നു. ആ വന്യപിതാവ് 1972 മാർത്തോമാ ശ്ലീഹായുടെ 19ാം ചരമശതാബ്ദി സമ്മേളനത്തിൽ നിരണം പള്ളിയിൽ വെച്ച് നടന്നതായ ആ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയതായ ഒരു പ്രസംഗമുണ്ട്. ബഹുമാനപ്പെട്ട സാമുവൽ ചന്ദനപ്പള്ളി സാറ് ആ പ്രസംഗം മുഴുവനും അദ്ദേഹത്തിൻ്റെ മലങ്കര സഭാ പിതാക്കന്മാർ എന്നുള്ള പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ആ പ്രസംഗത്തിലെ വളരെ പ്രസക്തമായൊരു ഭാഗം, അക്കാലത്ത് 1972 മലങ്കര സഭയിൽ ഏറ്റവും പ്രസക്തമായി തോന്നിയ പരിശുദ്ധ ഔഗേൻ ബാവ തിരുമേനി പറഞ്ഞതായ ആ പ്രസംഗത്തിലെ ഏതാനും വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാം. 24/8/1972 കൂടിയ നമ്മുടെ മലങ്കര അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിൽ നാം ചെയ്ത പ്രഖ്യാപനം ദൃഢസ്വരത്തിൽ ആവർത്തിച്ചു പറയുവാൻ ഈ മഹാസമ്മേളനത്തിൽ നാം ഉദ്യമിക്കുന്നു. ഈ അവസരം നാം വിനിയോഗിക്കുന്നു. നമ്മുടെ സ്ഥാനമോ ജീവൻ തന്നെയുമോ പോയാലും വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൻ്റെ മഹിമയ്ക്ക് കുറവ് വരുന്ന യാതൊന്നും നാം ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യൻ സഭയോട് പറയുന്ന പ്രകാരം മാമോദീസായാൽ മലങ്കര സഭയെ ജനിപ്പിക്കുകയും പട്ടത്വ നൽവരം തന്ന് പൗരോഹിത്യ പദവിയിലേക്ക് ഈ സഭയെ ഉയർത്തുകയും ചെയ്തത് നമ്മുടെ പിതാവായ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാകുന്നു. അദ്ദേഹത്തിൻ്റെ മഹിമയും അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മഹിമയും ഉയർത്തിപ്പിടിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മക്കളായ നാം എല്ലാവരുമല്ലയോ? ഇതായിരുന്നു പരിശുദ്ധ ബാവ തിരുമേനി നിരണത്ത് ആ മഹാസമ്മേളനത്തെ മലങ്കര സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞതായ വാക്യങ്ങൾ. അന്ന് മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യ സ്ഥാനത്തെയും പട്ടത്വത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ചില പ്രവണതകൾ മലങ്കര സഭയിലുണ്ടായപ്പോൾ, സ്വദേശത്തും വിദേശത്തും അതിനെ ചോദ്യം ചെയ്യുന്ന പ്രവണതയുണ്ടായപ്പോൾ അതിനോട് വളരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ പ്രസംഗം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവനും മാർത്തോമാ ശ്ലീഹായോടുള്ള ഈ ഭക്തിയും സ്നേഹവും കാണുവാനായിട്ട് സാധിക്കും. നാം ഒക്കെ ഇന്ന് ഭക്തിയോടെ വണങ്ങുന്ന മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് ഈ ദേവലോക അരമനയിൽ കൊണ്ടുവന്ന് മലങ്കര സഭയുടെ ആസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ നേതൃത്വം നൽകിയത് പരിശുദ്ധ ഔഗേൻ ബാവ തിരുമേനിയാണ്. മാർത്തോമാ ശ്ലീഹായോടുള്ള ആ ഭക്തിയും സ്നേഹവും അദ്ദേഹത്തിൻ്റെ ബാല്യകാലം മുതൽ പുലർത്തിയിരുന്നു എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ട് സാധിക്കും. അങ്കമാലി ഭദ്രാസനത്തിൽ വെങ്ങോലയിൽ ഇബ്രഹാം കശീശായുടെ മകനായിട്ട് 1884 പരിശുദ്ധ പിതാവ് ജനിക്കുന്നു. മലങ്കരയിലെ 1ാം കാതോലിക്ക മുറിമറ്റത്തിൽ മാർ ഈവാനിയോസ് മെത്രാപ്പൊലീത്തയാണ്. അന്ന് കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്നു. അദ്ദേഹമാണ് ഈ ശിശുവിനെ മാമോദീസ മുക്കിയത്. അദ്ദേഹത്തിൻ്റെ മാമോദീസ പേര് മത്തായി എന്നായിരുന്നു, നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ശൈശവദശ കഴിഞ്ഞിട്ട് കോനാട്ട് മാത്തൻ മൽപ്പാൻ്റെ അടുക്കൽ തൻ്റെ പിതാവായ ഇബ്രഹാം കശീശ പറഞ്ഞതനുസരിച്ച് തന്നെ കോനാട്ട് മൽപ്പാൻ്റെ അടുക്കൽ പോയി സുറിയാനി പഠനം നിർവഹിക്കുന്നു. അത് കഴിഞ്ഞ് പരിമള തിരുമേനിയോടൊപ്പം പട്ടമേറ്റ കടവിൽ അത്താനാസ്യോസ് തിരുമേനി, അദ്ദേഹം അന്ന് കോട്ടയം ഭദ്രാസനത്തിൻ്റെയും അങ്കമാലി ഭദ്രാസനത്തിൻ്റെയും മെത്രാപ്പൊലീത്തയായിരുന്നു. കടവിൽ അത്താനാസ്യോസ് തിരുമേനിയിൽ നിന്ന് ഷമ്മാശ് പട്ടം സ്വീകരിക്കുന്നു. തുടർന്ന് അദ്ദേഹം കോട്ടയം MD സെമിനാരിയിൽ വന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടത്തുന്നു. ആ അവസരത്തിൽ സ്ലീബ ഷമ്മാശൻ എന്ന് പറഞ്ഞ് ശീമയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഷമ്മാശൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഷമ്മാശനും ഔഗേൻ ഷമ്മാശനും സുഹൃത്തുക്കളായിരുന്നു. അവരൊന്നിച്ച് സഞ്ചരിക്കുകയും സുറിയാനി ഭാഷ ഭംഗിയായി അഭ്യസിക്കുവാൻ അത് കൂടുതൽ
അവസരമുണ്ടാക്കുകയും ചെയ്തു. 1900 MD സെമിനാരിൽ വന്നപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ നടക്കുന്നത്. KC മാമൻ മാപ്പിളയുടെ ശിഷ്യനായിരുന്നു കൊണ്ട് തന്നെ ഭംഗിയായ ഇംഗ്ലീഷ് പഠിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്ന് KC മാമൻ മാപ്പിളയും അനുസ്മരിക്കുന്നുണ്ട്, ഔഗേൻ ബാവ തിരുമേനിയും അനുസ്മരിക്കുന്നുണ്ട്. തുടർന്ന് 1905 20-ാമത്തെ വയസ്സിൽ സ്ലീബ ഷമ്മാശനോടുകൂടി അദ്ദേഹം ശീമയ്ക്ക് പോയി. അസീറിയയിലെ മാർ മത്തായുടെ ആശ്രമത്തിൽ വെച്ച് പൂർണ്ണ ഷമ്മാശനായി. മൂസൽ വഴി ദുർഘടമായി യാത്ര ചെയ്ത് സുറിയാനിക്കാർ കൂടുതലായി താമസിക്കുന്ന മർദീൻ, തൂറബ്ദീൻ തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും തൂറബ്ദീനിലുള്ള മാർ ഔഗേൻ്റെ പുരാതനമായ ദേറായിൽ വെച്ച് മത്തായി എന്ന പേര് ഉപേക്ഷിച്ചിട്ട് ഔഗേൻ എന്ന പേര് സ്വീകരിക്കുന്നു. അന്നു മുതലാണ് അദ്ദേഹം 21 വയസ്സോ മറ്റുള്ളപ്പോഴാണ് ഔഗേൻ എന്ന പേര് സ്വീകരിക്കുന്നത്. ഔഗേൻ എന്ന പേര് സ്വീകരിക്കുണ്ടായി. അബ്ദുള്ള പാത്രീർക്കീസ് സ്ഥാനാരോഹണം ചെയ്ത് താമസിച്ചു വന്ന് കുറുക്കുമാ ദേറായിലേക്ക് പോകും വഴി തൂറബ്ദീനിലെ മാർ അബ്രഹാമിൻ്റെ ആശ്രമത്തിൽ വെച്ച് അബ്ദേദ് മിശിഹ പാത്രീർക്കീസിൻ്റെയും കൂടെ അദ്ദേഹം കുറച്ചു നാൾ താമസിച്ചു. പിന്നീട് മർദീനിലെത്തി മാർ അബ്ദുള്ള പാത്രീർക്കീസിനോടൊത്ത് കുറുക്കുമാ ദേറായിൽ താമസിച്ചു. സുറിയാനി ഭാഷയിലുള്ള ഒട്ടനവധി അമൂല്യ ഗ്രന്ഥങ്ങൾ ആ അവസരത്തിൽ വായിച്ചു പഠിച്ചു. തുടർന്ന് പാത്രീർക്കീസന്മാരായ മാർ ഏലിയാസ് തൃതീയൻ, മാർ അപ്രയം പ്രഥമൻ എന്നിവരെയും അദ്ദേഹം പരിചയപ്പെടുക. ഈ പാത്രീർക്കീസന്മാരായിട്ടെല്ലാം മലങ്കര സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള പാത്രീർക്കീസന്മാരാണിവർ. അബ്ദേദ് മിശിഹ പാത്രീർക്കീസ് ബാവ, അബ്ദുള്ള പാത്രീർക്കീസ് ബാവ, അപ്രയം പാത്രീർക്കീസ് ബാവ, അതിനു മുമ്പ് തന്നെ മഞ്ഞിനിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന ഏലിയാസ് പാത്രീർക്കീസ് ബാവ, ഈ പിതാക്കന്മാരോടൊക്കെ അദ്ദേഹം ബന്ധം പുലർത്തി. അതേ സമയത്ത് അദ്ദേഹം അവിടെ താമസിക്കുമ്പോഴാണ് അബ്ദുള്ള പാത്രീർക്കീസിൽ നിന്ന് മെത്രാൻ സ്ഥാനം പ്രാപിക്കുവാനായി പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി അവിടെ ചെല്ലുന്നത്. അതിനും അദ്ദേഹം സാക്ഷിയാകുന്നു. നിർണായകമായ ഈ സംഭവങ്ങളിലെല്ലാം 20 വയസ്സ് മുതൽ പങ്കാളിയാവുകയോ സാക്ഷിയാവുകയോ ചെയ്തയാളാണ് പരിശുദ്ധനായ ഔഗേൻ ബാവ തിരുമേനി. അതുകൊണ്ട് സഭയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു, സഭയുടെ നിലപാടിനെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അബ്ദേദ് മിശിഹ പാത്രീർക്കീസ് ബാവയെയും അബ്ദുള്ള പാത്രീർക്കീസ് ബാവയെയും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അബ്ദേദ് മിശിഹ പാത്രീർക്കീസ് ബാവയാണ് ഇവിടെ വന്ന് കാതോലിക്ക സ്ഥാപനം സ്ഥാപിക്കുന്നത്. അതേപോലെ തന്നെ അബ്ദുള്ള പാത്രീർക്കീസ് ബാവയാണ് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുന്നത്. ഈ സന്ദർഭങ്ങളിലൊക്കെ കാതോലിക്കേറ്റിനെ കുറിച്ചുള്ള ആലോചന മലങ്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ ആ കാലഘട്ടത്തിൽ മലങ്കരയിലെ 4ാമത്തെ കാതോലിക്കയാണ് അദ്ദേഹം വഹിക്കപ്പെട്ടതെങ്കിലും ഈ സമയത്തൊക്കെ അദ്ദേഹത്തിന് ഈ കാതോലിക്ക സ്ഥാപനത്തെക്കുറിച്ചും കാതോലിക്ക സ്ഥാനത്തെക്കുറിച്ചും അതിന് മലങ്കരയിലുള്ള ആവശ്യകതയെക്കുറിച്ചും ഭംഗിയായ ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ താമസിക്കുമ്പോൾ, ഷമ്മാശനായി താമസിക്കുമ്പോൾ വട്ടശ്ശേരി തിരുമേനിയുടെ പേർക്ക് അദ്ദേഹം കത്തുകൾ എഴുതുന്നുണ്ട്. അക്കാലത്ത് അദ്ദേഹം എഴുതിയ 2 കത്തുകൾ വട്ടിപ്പണ കേസിൽ എക്സിബിറ്റായിട്ട് പ്രമാണമായിട്ട് ഹാജരാക്കിയിട്ടുണ്ട്. വട്ടിപ്പണ കേസിൽ വിസ്തരിക്കുന്ന സാക്ഷിയായിട്ട് അദ്ദേഹം വിസ്തരിക്കപ്പെട്ടു. വട്ടശ്ശേരി തിരുമേനിയെ വിസ്തരിക്കുന്നുണ്ട്. ആ അവസരത്തിൽ വട്ടശ്ശേരി തിരുമേനി ഔഗേൻ ഷമ്മാശനെക്കുറിച്ച് ഭംഗിയായി പറയുന്നുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചും പറയുന്നുണ്ട്. ആ കത്തുകളിൽ മലങ്കരയിൽ കാതോലിക്ക സ്ഥാപനം ഉണ്ടാക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടതെന്നും അബ്ദേദ് മിശിഹ പാത്രീർക്കീസ് സ്ഥാനത്തു നിന്നും മാറിയെങ്കിലും അദ്ദേഹത്തെ അവിടെയുള്ള ജനങ്ങളെല്ലാം ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹത്തിന് സ്ഥാനമുണ്ട് എന്നും വളരെ വ്യക്തമായി ആ കത്തുകളിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. 1958 വന്നതായ സുപ്രീം കോടതി വിധിയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാതോലിക്ക സ്ഥാപനത്തെക്കുറിച്ചായിരുന്നു. അവിടെ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം 1958 സുപ്രീം കോടതി വിധിയിൽ അബ്ദേദ് മിശിഹ പാത്രീർക്കീസ് ബാവ യഥാർത്ഥത്തിൽ അധികാരമുള്ള കാനോനിക പാത്രീർക്കീസ് ആണോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ ആ ചോദ്യത്തിന് നേരായ രീതിയിലുള്ള മറുപടി നൽകുവാൻ വേണ്ടി ഔഗേൻ ഷമ്മാശൻ്റെ കത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. വട്ടിപ്പണ കേസിൽ മാത്രമല്ല, അത് തുടർന്നു വന്നതായ കേസുകളിലും അബ്ദേദ് മിശിഹായുടെ സ്ഥാനം സാധുതയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പരിശുദ്ധനായ ഔഗേൻ ബാവ തിരുമേനി, ഔഗേൻ ഷമ്മാശൻ എഴുതിയതായ കത്തുകൾ രേഖകളായിട്ട് ഹാജരാക്കപ്പെട്ടിട്ടുണ്ട്. മലങ്കരയിലെ കാതോലിക്ക സ്ഥാപനത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ഒരു പിതാവായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഇവിടെ തിരിച്ചു വന്നു. 1909 അദ്ദേഹം റംബാനായി അവിടെ നിന്നൊക്കെ വന്നു.
വന്നു കഴിയുമ്പോൾ 1912 നടന്ന കാതോലിക്ക സ്ഥാപനത്തിൽ നിരണത്ത് വെച്ച് നടന്ന ആ ശുശ്രൂഷയിലും ഔഗേൻ റമ്പാച്ചൻ ചെന്ന് സംബന്ധിച്ചു. അവിടെ കാർമ്മികനാവുകയോ അതിനകത്ത് പ്രധാനപ്പെട്ട സ്ഥലത്തേക്കൊന്നും വരികയൊന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു മുറിമറ്റത്തിൽ ഈവാനിയോസ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സുഹൃത്തായിരുന്നു മുറിമറ്റത്തിൽ ഈവാനിയോസ്. അപ്പോൾ ആ മുറിമറ്റത്തിൽ ഈവാനിയോസ് കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ അതിൽ പങ്കാളിയാകുവാനായിട്ട് അദ്ദേഹം ചെന്നു. അവിടെ ചെല്ലുക മാത്രമല്ല, അബ്ദേദ് മിശിഹ പാത്രിയർക്കീസിൻ്റെ കൈമുത്തി കുശലം അന്വേഷിക്കുകയും ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടി അവിടെ വെച്ച് പിരിയുക. പക്ഷേ അദ്ദേഹത്തിന് അറിയാം, അവിടെ പോയ സംഭവത്തെക്കുറിച്ച് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, സഭയിൽ ഭിന്നത നിൽക്കുകയാണ്. വടക്കൻ ഭദ്രാസനങ്ങൾ മുഴുവനും വട്ടശ്ശേരി തിരുമേനിക്കും കാതോലിക്ക സ്ഥാനത്തിനുമൊക്കെ എതിരായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ സത്യത്തിന് വേണ്ടി നിലകൊള്ളും. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉറച്ച നിലപാടുകളായിരുന്നു. അങ്ങനെ അദ്ദേഹം നിലകൊണ്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം കശിശയാകുന്നു. അദ്ദേഹത്തെ കശിശയാക്കുന്നത് 1918 ഇവിടെ ഉണ്ടായിരുന്ന സ്ലീബാവസ്താത്യോസ് മെത്രാപ്പൊലീത്തയ ചെറിയ പള്ളിയിൽ വെച്ചാണ് അദ്ദേഹത്തെ കശിശയാക്കുന്നത്. കോട്ടയം ചെറിയ പള്ളിയിൽ വെച്ച്. അവിടെ വെച്ച് അദ്ദേഹം കശിശയാകുന്നു. അബ്ദേദ് മിശിഹ പാത്രിയർക്കീസ് കാതോലിക്ക സ്ഥാപനത്തെക്കുറിച്ച് പുറപ്പെടുവിച്ചതായ കൽപ്പനകൾ സുറിയാനിയിലും മലയാളത്തിലും വളരെ ഭംഗിയായിട്ട് വായിക്കുവാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം പുറപ്പെടുവിച്ചതായ സ്താറ്റിക്കോനിൽ 1912 മുറിമറ്റത്ത് മാർ ഈവാനിയോസിനെ ബസേലിയോസ് എന്ന നാമധേയത്തിൽ മഫ്രിയാനയായി കിഴക്കിൻ്റെ, അതായത് ഇന്ത്യയിലും മറ്റുമുള്ള മാർത്തോമാസ്ലിഹയുടെ സിംഹാസനത്തിലെ കാതോലിക്കയായി നാം വാഴിച്ചിരിക്കുന്നു. മഫ്രിയാന സ്ഥാനം എന്താണെന്നും കാതോലിക്ക സ്ഥാനം എന്താണെന്നും പാത്രിയർക്ക സ്ഥാനം എന്താണെന്നും ഈ സ്ഥാനങ്ങളുടെയൊക്കെ അധികാര അവകാശങ്ങളും പരസ്പരമുള്ള ബന്ധം എന്താണെന്നും ഒക്കെ ഭംഗിയായിട്ട് സുറിയാനി സഭയുടെ കാനൂനുകളിൽ നിന്നും തന്നെ മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള പിതാവായിരുന്നു ഔഗേൻ ബാവ തിരുമേനി. അതുകൊണ്ട് കാതോലിക്കേറ്റിൻ്റെ സ്ഥാനത്തെയോ കാതോലിക്കേറ്റിൻ്റെ സാധുതയോ ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനും ശക്തവും വ്യക്തവുമായ നിലപാടുകൾ സ്വീകരിക്കുവാനും ആ പരിശുദ്ധ പിതാവിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാവുന്നതായ കാര്യമാണ്. കാതോലിക്ക സ്ഥാനത്തെക്കുറിച്ചും മാർത്തോമാസ്ലിഹയുടെ സിംഹാസനത്തെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ മാർത്തോമാസ്ലിഹയുടെ സിംഹാസനം ചോദ്യം ചെയ്തുകൊണ്ട് പരിശുദ്ധ യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ കൽപ്പന അയച്ചപ്പോൾ അതിന് ഔഗേൻ ബാവ തിരുമേനി മറുപടി കൊടുത്തു. നമുക്കൊക്കെ അറിയാം, പലരും കണ്ടിട്ടുള്ളതാണ് ആ മറുപടി കത്ത്. അതിൽ അദ്ദേഹം എഴുതി, മാർത്തോമാസ്ലിഹയുടെ പൗരോഹിത്യം, സിംഹാസനം, കാതോലിക്കേറ്റിൻ്റെ അധികാരം ഇവയെ സംബന്ധിച്ചുള്ള തിരുമനസ്സിലെ കത്തിലെ പ്രസ്താവന സത്യത്തിനും സഭാവിശ്വാസത്തിനും യോജിക്കാത്തതും പിതാക്കന്മാരുടെ ചരിത്രത്തിനും കാനൂനുകൾക്കും എതിരാണെന്നും തന്നിമിത്തം ഒരിക്കലും സ്വീകാര്യങ്ങളല്ലെന്നും പ്രതിഷേധാർഹങ്ങളാണെന്നുമായിരുന്നു ബാവാ തിരുമേനി പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായ്ക്ക് മറുപടി കൊടുത്തത്. അത് ഉത്തമ ബോധ്യത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ മറുപടിയാണ്. വേറെ ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല. സുറിയാനി ഭാഷയിൽ അഗാധമായ ജ്ഞാനം അദ്ദേഹം നേടി. മലയാള ഭാഷ ഭംഗിയായിട്ട് അറിയാമായിരുന്നു, സംസ്കൃതം അറിയാമായിരുന്നു. ഈ ഭാഷകളൊക്കെ ഭംഗിയായിട്ട് പഠിച്ചിട്ട് സുറിയാനി ഭാഷയിലെ അമൂല്യമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം പഠിച്ചു. കാനോൻ ഗ്രന്ഥങ്ങൾ പഠിച്ചു. വിശ്വാസം അദ്ദേഹം പഠിച്ചു. അദ്ദേഹം എഴുതിയ മതോപദേശ സംഗതികൾ എന്ന് പറയുന്നതായ പുസ്തകം പ്രസിദ്ധമായ പുസ്തകമാണ്. വളരെയധികം പേജുകളുള്ളതായ വളരെയധികം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള സഭയുടെ അടിസ്ഥാന വിശ്വാസത്തെക്കുറിച്ച് പരാമർശിക്കുന്നതാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു, വളരെ മനോഹരമായി ദിയോസ്കോറോസ് തിരുമേനി ആ പ്രുമിയോൻ വായിച്ചു. പുരോഹിതന്മാരുടെ ഓർമ്മയെ ദിവസം നടത്തുന്നതായ പ്രുമിയോൻ സദറ പ്രാർത്ഥനകൾ. പരിശുദ്ധ ബാവാ തിരുമേനി വായിച്ച യോഹന്നാൻ സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ചുള്ളതായ പ്രാരംഭ പ്രാർത്ഥന. അതേപോലെ തന്നെ ക്രിസോസ്റ്റമോസ് തിരുമേനി എത്രയോ വായിച്ചു. ഈ പ്രാർത്ഥനകളെല്ലാം എഴുതിയത് പരിശുദ്ധനായ ഔഗേൻ ബാവാ തിരുമേനിയാണ്. അത് എഴുതുകയല്ല, സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. മലങ്കര സഭയിൽ ആണ്ടടക്കമുള്ള പെങ്കീസ നമസ്കാരത്തിലെ പുർമിയോനുകളും സദറാകളും അദ്ദേഹത്തിന് പരിഭാഷപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. മതോപദേശ സത്യങ്ങൾ അദ്ദേഹം എഴുതി. അദ്ദേഹം തന്നെ, നിങ്ങളൊക്കെ പല അവസരങ്ങളിലും കേട്ടിട്ടുള്ളതാണ്, അദ്ദേഹം തന്നെ സുറിയാനിയിൽ രചിച്ചതാണ് വിശുദ്ധ കുർബാനയ്ക്കുള്ള ഹൂത്തോമോകൾ. ആ ഹൂത്തോമോ സുറിയാനിയിൽ രചിച്ചിട്ട് അദ്ദേഹം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യമെന്ന് പറയുന്നത്. വൈദിക സെമിനാരി പ്രിൻസിപ്പാളായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം കോനാട്ടിൽ ലൈബ്രറിയിൽ താമസിക്കുമ്പോൾ അവിടെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു. സിറിയയിലും പാലസ്തീനിലും തുർക്കിയിലും നടക്കുമ്പോൾ അവിടെയുള്ള അരമനകളിലും ആശ്രമങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാ സുറിയാനി ഗ്രന്ഥങ്ങളും പഠിക്കുവാനും ഹൃദയസ്ഥമാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു.
മഹാപണ്ഡിതനായിരുന്ന ഒരു പിതാവായിരുന്നു പരിശുദ്ധ ഔഗേൻ ബാവ തിരുമേനി. അദ്ദേഹം മലങ്കരയിൽ തിരിച്ചെത്തിയ ശേഷം കോട്ടയം ചെറിയ പള്ളിയിൽ വെച്ച് സ്ലീബാമാർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്ത അദ്ദേഹത്തെ കശീശാപട്ടം നൽകി. 1912 കാതോലിക്ക സ്ഥാപനത്തിൽ അദ്ദേഹം സംബന്ധിച്ചു. കണ്ടനാട് ഭദ്രാസനത്തിലെ മിക്കവാറും എല്ലാ പള്ളികളും പാത്രികേസ് വിഭാഗത്തിലായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ആ ഭദ്രാസനത്തിലുള്ള ഭദ്രാസന പൊതുയോഗം കൂടി, ഇടവക പ്രതിനിധികളുടെ യോഗം കൂടി കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിട്ട് ഔഗേൻ റമ്പാനെ തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനം പ്രാപിക്കാനായിട്ട് ഷീമയിലേക്ക് അയക്കുന്നു. 1927 കണ്ടനാട് ഭദ്രാസന മെത്രാപ്പൊലീത്തയായി മാർ തീമോത്തിയോസ് എന്ന പേരിൽ പരിശുദ്ധനായ ഓമല്ലൂരിൽ കബറങ്ങിയിരിക്കുന്ന മഞ്ഞിനിക്കര കബറടയിരിക്കുന്ന ഏലിയാസ് പാത്രികീസ് ബാവ അദ്ദേഹത്തെ മെത്രാപ്പൊലീത്തയായി തീമോത്തിയോസ് എന്ന പേരിൽ അഭിഷേകം ചെയ്തു. തിരികെ വന്നപ്പോൾ അദ്ദേഹത്തിന് പിറവത്ത് താമസിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ താമസിക്കാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം വന്ന് മൂവാറ്റുപുഴയിൽ ഇപ്പോൾ ഉള്ള അരമനയിൽ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു പഴയ കെട്ടിടത്തിൽ അദ്ദേഹം താമസം ആരംഭിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം കണ്ടനാട് ഭദ്രാസനത്തെ നയിച്ചു. ആ അവസരത്തിൽ സഭയിൽ ഭിന്നത നിലനിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. 1927 നമുക്കറിയാം. 1934 നമുക്കറിയാം. മലങ്കര അസോസിയേഷൻ കൂടി ഭരണഘടന പാസ്സാക്കുന്നതായ സമയം അതിനെ വളരെ ശക്തമായി പാത്രിയർക്കീസ് വിഭാഗം ആ സമയത്ത് എതിർത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു വശത്ത് എതിർപ്പും വഴക്കുകളും കേസുകളും നടക്കുമ്പോൾ തന്നെ മലങ്കര സഭയിൽ സമാധാനമുണ്ടാകുവാനുള്ള ശ്രമങ്ങളും നടന്നു. ആ സമാധാന ശ്രമങ്ങൾക്കും നേതൃത്വം നൽകിയ ഒരാളാണ് പരിശുദ്ധനായ ഔഗേൻ ബാവ തിരുമേനി. അന്നത്തെ പാത്രികീസായിരുന്ന അപ്രൈം പാത്രികീസ് ബാവയുടെ അടുക്കലും അത് കഴിഞ്ഞിട്ട് അതുപോലെയുള്ളതായ മെത്രാപ്പൊലിത്തന്മാരുടെ അടുക്കലും പാത്രികീസ് കക്ഷിയിൽപ്പെട്ട പ്രമുഖന്മാരുടെ അടുക്കലും ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട പ്രമുഖന്മാരുടെ അടുക്കലും ഒക്കെ അദ്ദേഹം ഈ സന്ധ്യാലോചനകളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ചർച്ചകൾ വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചു. അന്നത്തെ കാതോലിക്കായിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തിദിയൻ ബാവ തിരുമേനിയെയും മറുപക്ഷത്തെ മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന ആലുവായിലെ അത്താനാസ്യോസ് തിരുമേനിയെയും ഔഗേൻ തിരുമേനി പോയി കണ്ടു. തീമോത്തിയോസ് തിരുമേനി രണ്ടുപേരോടും അദ്ദേഹം സംസാരിച്ചു. അന്നത്തെ പാത്രികീസായിരുന്ന മാർ അപ്രയും പ്രഥമൻ ബാവായുമായും തിരുമേനിയുമായും ഒട്ടവധി കത്തിടപെടലുകൾ നടത്തി. ഇതിൻ്റെ എല്ലാം ഫലമായി ഇവിടുത്തെ കാതോലിക്ക സ്ഥാപനത്തെ താൻ അംഗീകരിക്കാമെന്നും എന്നാൽ അത് ഇവിടെ നൽകുന്നതിന് പ്രധാന കാർമ്മികത്വം വഹിച്ച മാർ അബ്ദി മെസ്സിഹ പാത്രികീസ് മുടക്ക് മൂലം ആത്മീയ നൽവരം നഷ്ടപ്പെട്ടയാളായിരുന്നതിനാൽ ഇപ്പോഴത്തെ കാതോലിക്ക, അതായത് ഗീവർഗീസ് തിദിയൻ കാതോലിക്ക രണ്ടാമത് പട്ടമേൽക്കണമെന്നും കൈവപ്പ് സ്വീകരിക്കണമെന്നും പാത്രികീസ് ബാവ ആവശ്യപ്പെട്ടു. മാർ അപ്രൈം പാത്രികീസ് ബാവ അങ്ങനെ ഒരു കത്തിങ്ങോട്ട് അയച്ചു. അതിന് മറുപടിയായിട്ട് ഔഗേൻ ബാവ തന്നെ കത്ത് നൽകി. അങ്ങനെ സ്വീകരിക്കേണ്ട സ്ഥാനമില്ല. ഔഗേൻ ബാവ അബ്ദേദ് മിശിഹ പാത്രികീസ് ബാവ നൽകിയിരിക്കുന്നതായി പൗരോഹിത്യം കാതോലിക്ക സ്ഥാനം വാലിഡാണ് എന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി. എങ്കിലും സഭയിൽ സമാധാനമുണ്ടാകണം. അന്നത്തെ കാതോലിക്ക ആയിരുന്ന മാർ ഗീവർഗീസ് തിദിയനെ പല പ്രാവശ്യം നേരിട്ട് കണ്ട് ആലോചന നടത്തി. അവസാനം ഗീവർഗീസ് തിദിയൻ ബാവ തിരുമേനി പറഞ്ഞു, സഭയിൽ സമാധാനമുണ്ടാകുവാനാണെങ്കിൽ ഇതിനു വേണ്ടി ഒരു കൂടിയാലോചനയ്ക്ക് ഞാൻ തയ്യാറാകുന്നു എന്ന് ഗീവർഗീസ് തിദിയൻ ബാവ തിരുമേനി പറയാം. ഗീവർഗീസ് തിദിയൻ ബാവ തിരുമേനിയെ അന്ന് കണ്ടതിനെക്കുറിച്ച് ഔഗേൻ ബാവ തിരുമേനി ഗീവർഗീസ് തിദിയൻ ബാവ തിരുമേനിയെ പഴയ സെമിനാരിയിലെത്തി കണ്ട് ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്ന് അതോടൊപ്പം സന്നിഹിതനായിരുന്ന കോനാട്ട് എബ്രഹാം മെൽപ്പാൻ, ഇപ്പോഴത്തെ നമ്മുടെ റീസ് കോർപ്പിസ്കോപ്പായുടെ പിതാവായിരിക്കുന്ന എബ്രഹാം മെൽപ്പാൻ അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹവും അവിടെ സംബന്ധിച്ചിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. പരിശുദ്ധ കാതോലിക്ക ബാവായുമായി ഔഗേൻ തിരുമേനി നടത്തിയ കൂടിക്കാഴ്ചയിൽ സന്നിഹിതനായിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കോനാട്ട് എബ്രഹാം അച്ഛൻ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അന്ന് ആ വിശുദ്ധ പിതാവ് കൽപ്പിച്ചു നൽകിയ മറുപടി ഇന്നും എൻ്റെ ചെവികളിൽ മുഴങ്ങുകയാണ്. ആരാണ്? ഗീവർഗീസ് തിദിയൻ ബാവ തിരുമേനി പറഞ്ഞതായ വാക്കുകൾ. മെത്രാച്ച, എൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും ന്യൂനതയുള്ളതായി എനിക്ക് അശേഷം ബോധ്യമില്ല. അങ്ങനെ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ കേവലം പ്രൗഢിക്ക് വേണ്ടി മാത്രം ഈ വേഷം ധരിക്കുന്നവനല്ല ഞാൻ. എന്നാൽ സഭയിലെ സമാധാനത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ ഞാൻ സന്നദ്ധനാണ്.
നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ യോഹന്നാൻ സ്നാപകൻ്റെ മുമ്പിൽ മെശിഹാ തമ്പുരാൻ ചെയ്തതുപോലെ ഞാൻ ആരുടെ മുമ്പിൽ വേണമെങ്കിലും തലകുനിച്ചു കൊടുക്കാം. സന്നദ്ധതയുള്ളവർ എൻ്റെ തലയിൽ കൈവയ്ക്കുകയോ എന്ത് വേണമെങ്കിലുമോ ചെയ്തു കൊള്ളട്ടെ. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ പാപം കൈവയ്ക്കുന്നവരുടെ മേൽ തലയിലിരിക്കും. എനിക്കതിൽ പങ്കുണ്ടായിരിക്കുകയില്ല എന്നായിരുന്നു പരിശുദ്ധ ബാവാ തിരുമേനി പറഞ്ഞത്. സമാധാനത്തിനു വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ ആ പിതാവ് തയ്യാറായിരുന്നു. സമാധാനത്തിന് വേണ്ടി സഭ ഭിന്നിച്ചു പോകുന്നത് മനസ്സിലാക്കി അതിനെ ഒന്നിച്ചു നിർത്തുവാൻ വേണ്ടി അദ്ദേഹം ആലുവ UC കോളേജിൻ്റെ ചാപ്പലിൽ ചെന്നു. സമാധാന ആലോചന നടക്കിയ ആ അവസരത്തിൽ ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ വെച്ച് ഈ പ്രാർത്ഥനകൾ നടത്താമെന്ന് പറഞ്ഞു. അപ്രയും പാത്രികീസ് ബാവ അവസാനം പറഞ്ഞു, തൃക്കുന്നത്ത് സെമിനാരി ചാപ്പലിൽ എല്ലാവരും കൂടെ വരണം. അത്താനാസ്യൂസ് തിരുമേനിയും അന്ന് യൂലിയോസ് ബാവ എന്ന് പറയുന്ന ഒരു പാത്രികീസിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഒന്നിച്ച് പ്രാർത്ഥനകൾ നടത്തും. അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞു ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള എല്ലാ മെത്രാപ്പൊലിത്തന്മാരും അതിൽ വന്ന് സംബന്ധിക്കണമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അങ്ങനെയല്ല, ബാവാ തിരുമേനി മാത്രം വന്നാൽ മതി, ബാക്കിയുള്ള മെത്രാച്ചന്മാരെ ബാവാ തിരുമേനി സ്വീകരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ആലോചനകളൊക്കെ നടക്കുന്നു. എങ്ങനെയെങ്കിലും ഈ സഭയിൽ ഒരു സമാധാനം ഉണ്ടാകണമെന്ന് ഔഗേൻ തീമോത്തിയോസ് തിരുമേനി ആഗ്രഹിച്ചു. പരിശുദ്ധ ബാവാ തിരുമേനി അവിടെ ചെല്ലുന്നു ആലുവായിൽ. അദ്ദേഹം ആലുവ UC കോളേജിൻ്റെ ചാപ്പലിൽ നിന്നിറങ്ങി തൃക്കുന്നത്ത് സെമിനാരി വരുന്നതായ സന്ദർഭത്തിൽ എല്ലാവർക്കും വലിയ സങ്കടമുണ്ടായി. പല അൽമായ നേതാക്കന്മാരും വാവിട്ട് നിലവിളിച്ചു. അങ്ങനെയാണ് ഗീവർഗീസ് തിതിയൻ ബാവാ തിരുമേനി തൃക്കുന്നത്ത് സെമിനാരിയിലേക്ക് വരുന്നത്. ആ അവസരത്തിൽ അവിടെ നിന്ന പാത്രികീസ് വിഭാഗത്തിൽപ്പെട്ട പലരും ആക്ഷേപത്തോടെ ചോദിച്ചു, ഈ പാതിരാത്രിക്ക് പോകുന്നത് രണ്ടാം കെട്ടിനാണോ എന്ന്. എന്നിട്ട് ആക്ഷേപിച്ചു അദ്ദേഹത്തെ. വൃദ്ധൻ ഉന്നൂസ് രണ്ടാമത് സ്ഥാനമേൽക്കുവാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ആക്ഷേപം സഹിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് അദ്ദേഹം അവിടേക്ക് ചെന്നു. പക്ഷേ തൃക്കുന്നത്ത് സെമിനാരിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. വേറൊരു സംഭവം അവിടെ ഉണ്ടായി. ഈ പ്രാർത്ഥന നടത്തുവാൻ ഗീവർഗീസ് തിതിയൻ ബാവാ തിരുമേനിയെ കിഴക്കോട്ട് തിരിച്ച് കുനിച്ച് നിർത്തിയിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മേൽ പ്രാർത്ഥന നടത്തുവാൻ യൂലിയോസ് ബാവ തയ്യാറായില്ല. അദ്ദേഹം സ്ഥലം വിട്ടു. അത്താനാസ്യൂസ് തിരുമേനി പറഞ്ഞു, ഈ പാപഭാരം വയ്ക്കുവാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അത്താനാസ്യൂസ് തിരുമേനിയും അതിൽ നിന്ന് പിന്മാറി. ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് മാത്രമേ അതിനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധനായ അബ്ദേദ് മിശിഹാ പാത്രികീസ് ബാവ മലങ്കര സഭയ്ക്ക് സമ്മാനിച്ച ആ കാതോലിക്ക സ്ഥാനം ന്യൂനതയില്ലാത്തതാണ്, ഊനമില്ലാത്തതാണെന്ന് വെളിപ്പെടുത്തുന്നത് മഹാസമ്മേളനമായിരുന്നു, മഹാസംഭവമായിരുന്നു ആലുവായിൽ അന്ന് നടന്നത്. UC കോളേജിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ആലുവ അരമനയിൽ ശോകമുഖമായ അന്തരീക്ഷമൊക്കെയായി. പരിശുദ്ധ ഗീവർഗീസ് തിതിയൻ ബാവ പഴയ സെമിനാരിലേക്ക് തിരിച്ചു പോരുന്നു. പക്ഷേ ഈ പശ്ചാത്തലത്തിൽ ഈ സഭയിൽ സമാധാനമുണ്ടാകണമെന്ന് കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്ന ഔഗേൻ മാർ തീമോത്തിയോസ് ആഗ്രഹിക്കുന്നു. 41 ഇത് നടന്നു, അത് നടക്കുന്നില്ല. 42 അദ്ദേഹം കണ്ടനാട് ഭദ്രാസനത്തിലെ പള്ളി പ്രതിപുരുഷന്മാരുടെ യോഗം കൂടി, വൈദികരുടെ യോഗം കൂടി. അവർ ഒന്നിച്ച് തീരുമാനിക്കുന്നു, ഔഗേൻ ബാവാ തിരുമേനി നേതൃത്വം നൽകുന്നു, പരിശുദ്ധ ഗീവർഗീസ് തിതിയൻ ബാവായെ മൂവാറ്റുപുഴ അരമനയിലേക്ക് ക്ഷണിച്ച് അവിടെ സ്വീകരണം നൽകണമെന്ന്. വളരെ സന്തോഷത്തോടുകൂടിയും ആർഭാടത്തോടുകൂടിയും മൂവാറ്റുപുഴ അരമനയിൽ ഗീവർഗീസ് തിതിയൻ ബാവാ തിരുമേനിയെ സ്വീകരിക്കുന്നു. അതോടുകൂടി ഔഗേൻ ബാവാ തിരുമേനിക്ക് അവിടെയുള്ള സ്ഥാനം നഷ്ടപ്പെടുകയാണ്. ആദ്യമൊക്കെ വൈദികരും ആത്മായക്കാരും ഒക്കെ ഒത്തിരി പേര് അതിൻ്റെ കൂടെ നിന്നെങ്കിലും ആ പ്രദേശത്തെ ഒരു പ്രത്യേക സാഹചര്യം അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം അവിടെ പിടിച്ചു നിൽക്കുകയും പഠിക്കുകയും എഴുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സമയം ചെലവഴിച്ചു. ആ സമയങ്ങളിലൊക്കെയാണ് നമുക്കറിയാവുന്നതുപോലെ ഈ പ്രാർത്ഥനാക്രമങ്ങളും കുദാശാക്രമങ്ങളും പുസ്തകങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് 1958 കോടതി വിധി കഴിഞ്ഞ് മലങ്കര സഭയിൽ സമ്പൂർണമായ സമാധാനമുണ്ടാകുന്നു. ഔഗേൻ ബാവാ തിരുമേനിയുടെ ആഗ്രഹം പോലെ, പ്രാർത്ഥന പോലെ സമാധാനമുണ്ടാകുന്നു. ആ സമാധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് ഗീവർഗീസ് തിതിയൻ ബാവാ തിരുമേനിയെ യഥാർത്ഥ കാതോലിക്കയായി, മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിലെ കാതോലിക്കയായി പരിശുദ്ധ അന്ത്യോക്യ പാത്രികീസ് ബാവ അംഗീകരിക്കുന്നു.
അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ 1958 കഴിഞ്ഞ് 1962 ഔഗേൻ ബാവ തിരുമേനി കാതോലിക്ക സ്ഥാനത്തേക്ക്, തീമോത്തിയോസ് തിരുമേനി കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. 1964 അദ്ദേഹത്തെ കാതോലിക്കയായി വാഴിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, യോജിച്ച സഭയുടെ കാതോലിക്കയായി അദ്ദേഹത്തിന് ആദ്യമായി മലങ്കര സഭയിൽ ഭരണം നടത്തുവാനായിട്ട് സാധിക്കുന്നു. ഒന്നാമത്തെ കാതോലിക്കായെ എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറായില്ല. രണ്ടാമത്തെ കാതോലിക്കായും മൂന്നാമത്തെ കാതോലിക്കായും മലങ്കര സഭയുടെ പൊതുവായ അംഗീകാരം ലഭിക്കുന്നില്ല. എന്നാൽ ഔഗേൻ ബാവ തിരുമേനി മലങ്കര സഭയുടെ യോജിച്ച കാതോലിക്കയായിട്ട് അദ്ദേഹത്തിന് വരാനായിട്ടും സഭയുടെ ഭരണം നടത്തുവാനായിട്ടും അദ്ദേഹത്തിന് സാധിക്കുന്നു. തിരുമേനി കാതോലിക്കയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഗീവർഗീസ് തിതിയൻ ബാവ തിരുമേനി MD സെമിനാരിയിൽ വെച്ച് 1962 ഒരു അനുമോദന പ്രസംഗം നടത്തി. സെഷൻ്റെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം നടത്തിയായ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഗീവർഗീസ് തിതിയൻ ബാവ തിരുമേനി ഔഗേൻ തീമോത്തിയോസ് ഇതിന് എല്ലാം കൊണ്ടും യോഗ്യനാണ് കാതോലിക്ക ആവാൻ. അന്ന് കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ പ്രഗത്ഭരായ മെത്രാപ്പൊലിത്തന്മാരുണ്ടായിരുന്നു. ഒട്ടക്കുന്നിലെ ബാവ ഉണ്ടായിരുന്നു, പാറയട്ടെ തിരുമേനി ഉണ്ടായിരുന്നു, സ്ലീവാസ് സമൂഹത്തിൻ്റെ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി ഉണ്ടായിരുന്നു, പത്തനാപുരത്തെ ദീവന്നാസ്യോസ് തിരുമേനി ഉണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ തെളിഞ്ഞു വന്നയാളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഔഗേൻ ബാവയാണ്. അത് കേട്ടപ്പോൾ ഗീവർഗീസ് തിതിയൻ ബാവ സന്തോഷത്തോടുകൂടി പറയുക, ഈ സ്ഥാനത്തിന് അദ്ദേഹം സർവ്വതാ യോഗ്യനാണ്, എന്നാൽ ആവശ്യത്തിലധികം വിനയമുള്ള ആളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഔഗേന് വിനയം അല്പം കൂടിപ്പോയി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശനം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വേദപുസ്തകം വായിച്ചപ്പോൾ അതിനകത്തെ ഭാഗം ഉദ്ധരിച്ചത്. പൗലോസ് ശ്ലീഹ പറയുന്നത്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ പോലെ ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. എല്ലാവരുടെയും ബഹുമാനത്തോടുകൂടി പെരുമാറിയിരുന്ന ഔഗേൻ ബാവ തിരുമേനിയുടെ വിനയം പ്രസിദ്ധമായിരുന്നു. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം, നമ്മുടെ ഈ മുനിസിപ്പൽ കൗൺസിലറായിരുന്ന മടുക്കാനി അപ്പാപ്പൻ PC ചെറിയാൻ മടുക്കാനി, അദ്ദേഹം എഴുതിയിട്ടുള്ളതും പല അവസരങ്ങളിൽ ഏലിയ കത്തീഡ്രലിലൊക്കെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒട്ടക്കുന്നിലെ ജക്കോച്ചാനും ഒക്കെ അത് പറയാറുണ്ട്. അതായത് ഔഗേൻ ബാവ തിരുമേനിയുടെ വിനയത്തെക്കുറിച്ച്, ഈ ദേവലോകത്ത് ഉള്ള ഈ റോഡ്, പഴയ റോഡ്, അത് ടാർ ചെയ്തല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ കൊല്ലാട്ടവും തോന്നി ഈ കളത്തിൽ കടവ് പാലം ഈ രീതിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിൽ ഈ പ്രമാണിമാരെല്ലാവരും കൂടെ വന്ന്, ടൈറ്റസ് വർഗീസ് സാറിൻ്റെ പിതാവും കൊച്ചു ആ പുള്ളിക്കാരനും അതുപോലെയുള്ള വൈദ്യനും ഇവരെല്ലാവരും കൂടെ വന്ന് മടുക്കാനി അപ്പാപ്പനും എല്ലാം കൂടെ വന്ന് ബാവ തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ഒരു നിവേദനം കൊടുത്താൽ മതി, തിരുമേനി ഒരു എഴുത്തെഴുതിയാൽ മതി. ആ അവസരത്തിൽ അന്നത്തെ PWD മന്ത്രി TK ദിവാകരൻ അത് അനുവദിച്ചു തരുമെന്ന് പറഞ്ഞു. തിരുമേനി ഒരു എഴുതിക്കൊള്ളാൻ അവരോട് പറഞ്ഞു. അവരെഴുത്തെഴുതിക്കൊണ്ട് വന്ന് തിരുമേനി അത് വായിക്കാൻ പറഞ്ഞു. അത് വായിച്ച് കേട്ടു. ആ എഴുത്തെഴുതിയപ്പോൾ അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത്, ഇതിങ്ങനെ ഇവിടെ റോഡ് പണിയാനായിട്ട്, പാലം പണിയാനായിട്ടുള്ള ഉത്തരവുണ്ടാകണം എന്ന് ഒരു ആജ്ഞയായിട്ടാണ്, കാതോലിക്ക ബാവയുടെ ആജ്ഞയായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു. തിരുമേനി അവരോട് പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി ഇത് വായിക്കാൻ പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ വായിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, അതിൻ്റെ അവസാനം വിനയപൂർവം എന്നുള്ളതായ വാക്ക് അവിടെ ചേർക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ പാലവും ഈ റോഡും പണിയുവാനുള്ള തുക അനുവദിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നുവെന്ന് അതിൽ ചേർക്കുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ. അദ്ദേഹം ബലഹീനനായിരുന്നോ, അദ്ദേഹം വിനയമുള്ളവനായിരുന്നോ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായ ഒരു പാഠമാണ്. അതേ സമയത്ത് തന്നെ കാതോലിക്ക സ്ഥാനത്തെക്കുറിച്ച് ഉന്നതമായ അഭിപ്രായങ്ങൾ അദ്ദേഹം വെച്ചു പുലർത്തി. അദ്ദേഹം കാലം ചെയ്ത അവസരത്തിൽ വന്ന 1-2 റിപ്പോർട്ടുകൾ ഞാൻ വായിക്കാം. മലങ്കര സഭയുടെ ജന്മസിദ്ധമായ സ്വാതന്ത്ര്യത്തെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയും വൈദേശിക മേധാവിത്വം ഇനി മടങ്ങി വരാതെ അവസാനിപ്പിക്കുകയും ചെയ്യുവാൻ ഔഗേൻ തിരുമേനിക്ക് സാധിച്ചു. മലങ്കര സഭയിൽ അദ്ദേഹത്തിന് മുമ്പ് 3 കാതോലിക്കന്മാരെ വാഴിച്ചിട്ടുണ്ടെങ്കിലും മുഴുവൻ സഭയുടെയും പിന്തുണയോടുകൂടി കാതോലിക്ക സ്ഥാനാരോഹണം നടത്തുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളത് ഔഗേൻ പ്രഥമൻ ബാവായ്ക്ക് മാത്രമാണ്. ഒരാൾ ഭാഗ്യവാനാണോ, ഇസഡംബാറയിട്ട് എഴുതിയിരിക്കുന്ന ഒരാൾ ഭാഗ്യവാനാണോ അല്ലയോ എന്ന് വിധിക്കേണ്ടത് മരണശേഷമാണെന്നാണല്ലോ ആപ്തവാക്യം. അത് മാനദണ്ഡമായി സ്വീകരിച്ചാൽ
ഔഗേൻ ബസേലിയോസ് കാതോലിക്കോസ് ഭാഗ്യവാനായിരുന്നുവെന്ന് സംശയം കൂടാതെ പറയുവാൻ സാധിക്കും. ചുമതലകളെല്ലാം ശരിയായ സമയത്ത് ശരിയായി തന്നെ നിറവേറ്റി സ്ഥാനമൊഴിഞ്ഞ് ദീർഘരോഗത്തിൽ, വേദനയുള്ള രോഗത്തിൽ കിടന്ന് കഷ്ടപ്പെടുവാനിടയാകാതെ മരണം പ്രാപിച്ചു. നീതിമാൻ്റെ മരണം ഉറക്കം പോലെയാകുന്നു എന്ന് പറയുന്നത് ഔഗേൻ ബാവായുടെ കാര്യത്തിൽ എല്ലാം ശരിയായിരുന്നു. ആ പരിശുദ്ധ പിതാവ് നീതിമാനായി ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. വാത്സല്യമുള്ളവരെ, പരിശുദ്ധ സഭയിൽ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ സമാധാനമുണ്ടാകണം. പരിശുദ്ധ ബാവാ തിരുമേനി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി, മലങ്കര സഭയിൽ സമാധാനമുണ്ടാകണം. മലങ്കര സഭയിലെ വലിയ വിഭാഗം ജനങ്ങളുടെ ആഗ്രഹമാണ് ഈ സഭയിൽ സമാധാനമുണ്ടാകണമെന്നുള്ളത്. വഴക്കുകളും പ്രയാസങ്ങളും അവസാനിച്ച് ശാന്തമായ അന്തരീക്ഷത്തിൽ പരിശുദ്ധ സഭയുടെ കൂദാശകൾ അനുഷ്ഠിക്കുവാൻ, കുർബാനകൾ അനുഷ്ഠിക്കുവാനുള്ള ഭാഗ്യം നമ്മുടെ തലമുറയ്ക്കുണ്ടാവണം. നാം ആഗ്രഹിക്കേണ്ടത് സമാധാനമായിരിക്കണം. സഭയെ ഭിന്നിപ്പിച്ച് കളയുകയല്ല, സഭയെ ഇല്ലായ്മ ചെയ്യുകയല്ല, നാശകരമായ സാക്ഷ്യം ഈ ലോകത്തിന് നൽകുകയല്ല, മറിച്ച് ഉത്തമമായ സാക്ഷ്യം നൽകുവാൻ പരിശുദ്ധ സഭയ്ക്ക് പരിശുദ്ധ ഔഗേൻ ബാവാ തിരുമേനിയുടെ പ്രാർത്ഥന കൂട്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ അവസരം തന്ന പരിശുദ്ധ ബാവാ തിരുമേനിയോട് പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.